പരാതിയിലെ അന്വേഷണത്തിൽ പശ്ചിമബംഗാൾ ഗവർണർ സഹകരിക്കാത്തതിൽ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചേക്കും. ഗവർണർക്കുള്ള ഭരണഘടനയുടെ പരിരക്ഷ ദുരുപയോഗം ചെയ്യുന്നുവെന്ന് ബംഗാൾ സർക്കാർ കോടതിയെ ധരിപ്പിക്കും. പീഡന പരാതിയിൽ സഹകരിക്കരുതെന്ന് കഴിഞ്ഞ ദിവസം ഗവർണർ രാജ്ഭവൻ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഭരണഘടനയുടെ 361 അനുച്ഛേദ പ്രകാരം ഗവർണർക്കെതിരെ സർക്കാരുകൾക്ക് ഒരു നടപടിയും സ്വീകരിക്കാനാവില്ല. അതായത് കൊലപാതകം നടത്തിയാലും ഗവർണറെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം സർക്കാരിനില്ല എന്നർത്ഥം. ഈ പ്രത്യേക ആനുകൂല്യം ചൂണ്ടിക്കാട്ടിയാണ് പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദബോസ് നടപടിയിൽ നിന്ന് രക്ഷപ്പെടുന്നത്. മറുവശത്ത് പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് സ്വന്തം നിലക്ക് അന്വേഷണം നടത്തുകയാണ് പോലീസ്. ഗവർണറുടെ നിസ്സഹകരണം കൂടി ചേർത്ത് റിപ്പോർട്ടുണ്ടാക്കി കോടതിയിൽ സമർപ്പിക്കാനാണ് പോലീസിന്റെ നീക്കം. തെളിവുകളിലൂടെയും യുവതിയുടെ മൊഴിയിലൂടെയും പരാതിയുടെ ഗൗരവം കോടതിയെ ബോധിപ്പിക്കാനാകുമെന്ന് പോലീസ് കരുതുന്നു. അതേസമയം നിലവിലെ പോലീസ് നടപടികൾ അവകാശ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി ഗവർണർക്കും നിയമ നടപടികളിലേക്ക് കടക്കാവുന്നതാണ്. വിഷയം വലിയ ഭരണഘടനാ പ്രശ്നത്തിലേക്ക് നീങ്ങിയാൽ കോടതിക്ക് ഇടപെടേണ്ടിയും വരും. ബംഗാളിൽ ജൂൺ 1 വരെ വോട്ടെടുപ്പുള്ളതിനാൽ വിഷയം തെരഞ്ഞെടുപ്പ് കഴിയും വരെ കത്തിനിൽക്കുമെന്ന് ഉറപ്പാണ്. ഗവർണർക്ക് ക്രിമിനൽ നടപടികളിൽ നിന്ന് ഭരണഘടനയുടെ പരിരക്ഷയുണ്ട് എന്നുള്ളത് സത്യമാണ്. ഈ സാഹചര്യത്തിൽ ബംഗാൾ സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുമോ എന്നാണ് അറിയേണ്ടത്. കൊൽക്കത്ത രാജ്ഭവന് മുമ്പിൽ നിന്ന് ഇമ്രാൻ അൻസാരിക്കൊപ്പം മുഹമ്മദ് നൌഫൽ, മീഡിയ 1.